ഗ്രാമപഞ്ചായത്തിലെ 3-4 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശം വളരെ മലവെള്ളം പ്രദേശം. തിരുവാടി ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ ശക്തമായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എല്ലാവർക്കും കാണാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ പോലും കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുന്ന ആളുകളാണ് ഈ നിൽക്കുന്ന ആളുകൾ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കഴിഞ്ഞ വേനൽക്കാലത്ത് പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് തട്ടേക്കാട്, കൂട്ടത്തിനാട്, തൊടുപാറ ഭാഗത്തെല്ലാം രൂക്ഷമായ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. ഈ നിൽക്കുന്ന ആളുകളെല്ലാം തൊഴിലുറപ്പിന് പോയി ഉപജീവനം കഴിക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് ഭൂരിഭാഗമാണ്. ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആകപ്പാടെ കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് വെറും 365 രൂപയാണ്. ആ 365 രൂപ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ വീട്ടിലെ ചിലവുകൾ നടത്തണം, ബാക്കി കാര്യങ്ങൾ നടത്തണം. അതുകൂടാതെ 2000 ലിറ്റർ വെള്ളം ഇവരുടെ വീടുകളിൽ ഒന്നൊട്ടാടം ദിവസം എത്തിക്കണമെങ്കിൽ 800 രൂപ കൊടുത്താണ് ഇവർ വെള്ളം അടിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകൾ മൊത്തം 800 രൂപ മുടക്കി വെള്ളം അടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഈ മഴക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് അധികാരികളോടും എല്ലാം ഞങ്ങൾ പല പ്രാവശ്യം അവിടെ മീറ്റിംഗ് വിളിച്ചും ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചെങ്കിലും ഇതിന് യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാതെയും ഇത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എയുമായിട്ട് നടത്തിയ ഇതിനു മുമ്പും ചർച്ച നടത്തി പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. ഇത് ഏത് പ്രദേശത്തേക്കാണ് വെള്ളമടിക്കുന്നത്, എങ്ങോട്ടേക്കാണ് വെള്ളമടിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ ഒന്നും ഭാഗമായിട്ട് യാതൊരു നടപടികളും കാലം ഇതുവരെ ഉണ്ടായില്ല. പുതിയ ഭരണമാറ്റം കേരള സംസ്ഥാനത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുണ്ടായിരുന്ന പമ്പ് ഓപ്പറേറ്റർമാരെയും വാൽവ് ഓപ്പറേറ്റർമാരെയും എല്ലാം മാറ്റി പുതിയ ആളുകളെ ആ സ്ഥാനത്ത് കൊണ്ടുവരികയും എന്ത് ചെയ്യണം, എങ്ങോട്ടേക്ക് വെള്ളം അടിക്കണം, ഏത് വാൽവ് മുട്ടിയാൽ എങ്ങോട്ടേക്ക് വെള്ളം പോകും, അല്ലെങ്കിൽ ഏത് ടാങ്കിലേക്ക് ഏത് സമയത്ത് വെള്ളം അടിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു നിശ്ചയമില്ലാത്ത പുതിയ കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് ഇതിൽ വെച്ചതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുന്നത് ഈ നാട്ടുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. എയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിഞ്ഞു പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പരിശോധിക്കുമെന്നും ഈ ആളുകളുടെ എല്ലാം നമ്പറടക്കം എയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗത്തേക്ക് വെള്ളമടിക്കും, ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് വെള്ളം എത്തും എന്ന് 2 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് കൃത്യമായ നടപടികൾ എടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വന്ന ഈ കാര്യം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിഞ്ഞ് പോവുകയാണ്.